നമസ്കാരം, എൻ്റെ പേര് സുശീല ദേവി, മെയ്ഡ് ഇൻ കൊല്ലം. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പോയപ്പോഴത്തേന് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ പറഞ്ഞു, എന്തിനാ ടീച്ചറെ ഇങ്ങനെ പിന്നെ കൊട്ടാരക്കരയെന്ന് പറഞ്ഞ് പുനലൂർ എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നു, പുനലൂരും കൊട്ടാരക്കരയും ഞങ്ങൾ കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നോ പറയാൻ അറിയാത്ത ഒരു ശശീധരൻ നായരുടെ പെങ്ങളാണ് ഞാൻ. അതുപോലെ തന്നെ നോ എന്ന് മാത്രം പറയാൻ അറിയുന്ന ഒരു പോലീസുകാരൻ്റെ ഭാര്യയും കൂടാണ്. ഇതെന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ചിരി എനിക്കിഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സത്യത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയത് ഈ അമൃത ടി വി തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ പുതിയൊരു ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം തുടങ്ങി ലേഡീസിനെ എല്ലാം അവരുടെ BP-യും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കുറച്ച് ഇങ്ങനെയുള്ളൊരു പരിപാടിയിലേക്ക് വന്നതിന് ഈ അമൃത ടി വിയിലെ പ്രവർത്തിക്കുന്ന സകലമാന അണിയറ ശില്പികൾക്കും നന്ദിയുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ അമ്മാവനെ കുറിച്ചാണ്. എല്ലാവർക്കും അമ്മാവനുണ്ടല്ലോ. താത്തയ്ക്ക് 2 അമ്മാവന്മാരില്ലയോ? പിന്നെ 2 അത് ഞാൻ അറിഞ്ഞില്ല. രചനയ്ക്കും ഉണ്ടല്ലോ 3. അയ്യോ, മാഷിനും ഉണ്ടല്ലോ 1. ഒന്നേ ഉള്ളു. ഇതെൻ്റെ അമ്മാവനാണ്, എൻ്റെ മാത്രം അമ്മാവനാണ്, എൻ്റെ സ്വന്തം അമ്മാവനാണ്, മെയ്ഡ് ഇൻ കൊല്ലം. എൻ്റെ അമ്മാവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് കേൾക്കാനായിട്ടുള്ള എന്തോ ഒരു ലതില്ലയോ, ഒരു ക്യൂരിയോസിറ്റി. എല്ലാവരും അങ്ങ് സൈലൻസ് ആയല്ലോ. ക്യൂരിയോസിറ്റി ഉണ്ടാ, ബാക്കി പറഞ്ഞോ. എന്ന് ഈ അമ്മാവനുണ്ടല്ലോ, വെറും പാവം ഈ അമ്മാവൻ. പക്ഷേ ഈ പുല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഇന്നും നാളെയും തീരില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മാവൻ. അമ്മാവൻ്റെ ലീലാവിലാസങ്ങൾ കാരണം മരുമക്കളും നാട്ടുകാരും ആകപ്പാടെ എവിടെ പോണോന്നറിയാതെ ഇങ്ങനെ തിരിഞ്ഞടക്കുകയാണ്. തേച്ചിട്ടും തേക്കപ്പെട്ടിട്ടും അമ്മാവൻ അനുസൃതം മുന്നോട്ട് നീങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് മരുമക്കളുടെ ജീവിതം പൊട്ടത്തേങ്ങ പുതിച്ച പോലെ ഇരിക്കുകയാണ്. ഇനി അമ്മാവൻ്റെ തേക്കലും തേക്കപ്പെടലും എന്ന് പറഞ്ഞാൽ, സുഹാസിനി പോയാൽ അമ്മാവന് വിലാസിനിയുണ്ട്, മറിയ പോയാൽ അമ്മാവനും മായയുണ്ട്, ഗൗരിക്കുട്ടി പോയാൽ പാറക്കുട്ടിയെ കയറി പിടിക്കും, സുജ പോയാൽ സുശീലയും, ലത പോയാൽ ഗീതയും, ഉഷ പോയാൽ ഇന്ദിരയുമായിരുന്നു അമ്മാവൻ്റെ ലീലാവിലാസങ്ങൾ. ഈ അനുസൃതം മുന്നോട്ട് നീങ്ങുന്ന അമ്മാവനെ കണ്ട് ഈ നാട്ടുകാരും മരുമക്കളും എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇയാളെ ഇനി എന്തോ ചെയ്യണം. അതായത് ഇവരെല്ലാം അങ്ങോട്ട് ഈ മരുമക്കൾ നടക്കുന്ന പാതയിലൊക്കെ നോക്കുമ്പോഴത്തേന് ആരുണ്ട്? ഈ അമ്മാവനുണ്ട്. ഒരു AI ക്യാമറ പോലെ. അമ്മാവൻ്റെ ഈ AI ക്യാമറ എവിടെങ്കിലും കൊണ്ടുവന്നങ്ങ് സ്ഥാപിക്കാം. പക്ഷേ മരുമക്കൾക്ക് അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് മരുമക്കൾ ഇങ്ങനെ ഇയാളെ ഓർത്ത് ഇതൊരു തലവേദനയാണെന്നല്ലോ എന്നും പറഞ്ഞിരിക്കുകയാണ്. അമ്മാവൻ്റെ 2ാമത്തെ മകനുണ്ടല്ലേ, പക്ഷേ അമ്മാവൻ്റെ തനിക്കുണം തന്നെയാണ്. ഇനി അമ്മാവൻ്റെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. എല്ലാ മനുഷ്യർക്കും 4 കാലം ഉണ്ടല്ലോ, ഇല്ലേ? എല്ലാവർക്കും 4 കാലം ഉണ്ടല്ലോ. ബാല്യം, കൗമാരം, യൗവനം ആൻഡ് വാർദ്ധക്യം. ഈ അമ്മാവനും ഉണ്ടായിരുന്നു 4 എണ്ണം. പക്ഷേ ഈ അങ്ങേർക്ക് ഒന്ന് കൂടുതലായിരുന്നു. ഈ അമ്മാവൻ്റെ ആദ്യത്തെ 4 എണ്ണം പറയാം. അതായത് നമുക്ക് അവസാനം വരുന്ന വാർദ്ധക്യം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇങ്ങേർക്ക് ആദ്യമാ തുടങ്ങിയത്. അമ്മാവൻ്റെ ബാല്യം പിറന്നു വീണത് തന്നെ 40ാമത്തെ വയസ്സിലാണ്. അമ്മാവൻ്റെ കൗമാരം മൊട്ടിട്ടത് 50ാമത്തെ വയസ്സിലും. അമ്മാവൻ്റെ യൗവനം തളിരിട്ടത് 60ാമത്തെ വയസ്സിലും. 70ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവൻ്റെ നിറയൗവനം കവിഞ്ഞൊഴുകി. നിറയവനം കവിഞ്ഞൊഴുകുന്ന ഈ അമ്മാവനെ എവിടെ ഒന്ന് തളയ്ക്കണമെന്ന് മരുമക്കളും നാട്ടുകാരും ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അങ്ങനെ അവർ അതിൻ്റെ പണിപ്പുരയിലാണ്. അന്നേരം നമുക്ക് അമ്മാവൻ്റെ ആദ്യത്തെ കാലഘട്ടം എന്തോ നോക്കാം. അതായത് എല്ലാവർക്കും വരുന്ന അവസാന ഇതുണ്ടല്ലോ, വാർദ്ധക്യം. അമ്മാവൻ ആദ്യമാണ് തുടങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ജനിക്കുമ്പോൾ നമ്മൾ ചാതനാവുക അല്ലെങ്കിൽ ചാതയാവുക എന്നൊക്കെ പറയാറില്ലയോ? ഈ അമ്മാവൻ വായും കീറി പിളർന്നു വന്നത് വാർദ്ധക്യത്തിലേക്കാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ കയറി വന്നപ്പോഴേ ചൊറി, ചിരങ്ങ്, കരപ്പൻ ഈ 3 എണ്ണമായിട്ടാണ് കയറി വന്നത്. ഇത് 3
ഒരു ഫാമിലിയിലെ മെമ്പേഴ്സാണ് അല്ലേ, ഫാമിലി മെമ്പേഴ്സാണ്. ഇതിൽ കരപ്പൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഇച്ചിരി അഹങ്കാരിയാണ്. വന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു അടയാളം ഇട്ടിട്ടേ പോത്തുള്ളൂ. ഇങ്ങനെയുള്ള ഈ 3 സൂത്രങ്ങളും കയറി വന്നത് കൂടാതെ മേമ്പടിയായിട്ട് അമ്മാവന് വേറൊരു സൂത്രം കൂടെ കയറി വന്നു. അതാണ് ഏത്? വില്ലൻ ചുമ. വില്ലൻ ചുമയും ഈ ചൊറി ചരങ്ങ് കരപ്പൻ എല്ലാം കൂടെ കൂടിയിട്ട് അമ്മാവനെ കണ്ടാൽ ഏത് രൂപത്തിലാണെന്ന് സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും തിരിച്ചറിയാനൊക്കത്തില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ മരുന്ന് കൊടുത്തതിന്റെ ഫലമായിട്ടാണോ എന്തുവാന്ന് അറിയത്തില്ല, ഇങ്ങനെ 39 വയസ്സ് വരെ എന്തിലായിരുന്നു? വാർദ്ധക്യത്തിൽ തന്നെ ആയിരുന്നു. അതാണ് 40ാമത്തെ വയസ്സിൽ എന്തായി മാറിയത്? അയാൾക്ക് ബാല്യം പിറന്നു വീണത്. ഈ നാട്ടുകാരുടെ കുറ്റം പറച്ചിലിന്റെ ഇടയിൽ നിന്ന് അമ്മാവനൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി. നാട്ടുകാരുടെ ഓരോ തെറിയും അമ്മാവന്റെ ജീവിതത്തിലെ ഓരോ ഗോൾഡ് മെഡലായിരുന്നു. ഈ ഗോൾഡ് മെഡൽ എല്ലാം കൂടെ കൂട്ടിവെച്ച് അയാളുടെ വീട് തന്നെ അങ്ങ് നിറഞ്ഞുപോയി. ഈ അമ്മാവനെ ഒന്ന് ഒതുക്കണമല്ലോ എന്ന് ആര് തീരുമാനിച്ചു? നാട്ടുകാരും മക്കളും തീരുമാനിച്ചു. നാട്ടുകാരും മരുമക്കളാണേ മക്കളിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്. അമ്മാവനെ തനിക്കണമായിട്ടുള്ള 2ാമത്തെ മകനെ അമ്മാവൻ കാനഡയിലേക്ക് പറഞ്ഞയച്ചായിരുന്നു. അതും പറഞ്ഞില്ല കേട്ടോ. കാനഡയിലേക്ക് പറഞ്ഞയച്ചിട്ട് അമ്മാവൻ നാട്ടുകാരോടായി പറഞ്ഞു, ഇവൻ ഇവിടെ നിന്നിട്ട് എന്നാ ഉണ്ടാക്കാനാണെന്ന്. മകൻ പോയപ്പോൾ ആശ്വാസമായി അമ്മാവന്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മാവനെ ഒന്ന് ഒതുക്കണമെന്ന് വിചാരിച്ച് മരുമക്കളും നാട്ടുകാരും കൂടെ ഒരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ ആ ഡിസ്ട്രിക്റ്റിൽ നല്ലൊരു പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അതിലെന്താണ്? പുരുഷാങ്കരന്മാരുടെ താലപ്പൊലി എടുക്കുന്ന ഒരു അമ്പലം. എന്നിട്ട് അമ്മാവനോടായി മരുമക്കൾ പറഞ്ഞു, അമ്മാവൻ കഴിഞ്ഞ ജന്മം ചെയ്ത പാവവും ഈ ജന്മം ചെയ്ത പാവവും ഇനി വരാൻ പോകുന്ന ജന്മം ചെയ്ത പാവവും കൂടെ മാറാൻ വേണ്ടി അമ്മാവൻ ഒരു കാര്യം ചെയ്യ്, ഒരു ശാങ്കനയുടെ ഒരു താലപ്പൊലി എടുക്കാൻ പറഞ്ഞു. അമ്മാവന് വളരെ സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് കയറിപ്പോകാനായിട്ട് അമ്മാവന് എന്തോ ഒരു അഭിവാഞ്ച ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മാവൻ അത് സമ്മതിച്ചു. താലപ്പൊലിയുടെ അന്ന് അമ്മാവനെ ഒരുക്കാനായിട്ട് പ്രത്യേക മേക്കപ്പ് മാനൊക്കെ വന്നു. അമ്മാവനെ ഒരു സുരസുന്ദരിയായിട്ട് അങ്ങോട്ട് ഒരുക്കി അങ്ങ് നിർത്തി. ആയിരക്കണക്കിന് യുവസുന്ദരിമാരുടെ ഇടയിലൂടെ പാഞ്ഞു പോകുമ്പോൾ അമ്മാവനുണ്ടാകുന്ന ഒരു ലതുണ്ടല്ലോ, ഏതാ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കത്തില്ലായിരുന്നു. 100 കണക്കിന് സുരസുന്ദരിമാരുടെ കളി ചിരിക്കടെ വിങ്ങി വിയർത്ത് എൻ്റെ അമ്മാവൻ ഒരു ഈ അമ്പാറ്റയായി മാറി. എന്നാലും എൻ്റെ അമ്മാവോ, പിന്നെ എൻ്റെ അമ്മാവനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ആരാണ് എൻ്റെ പുറകിലെന്ന് ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ പടക്കശാലയിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ കമ്പിപ്പൂത്തിരി, മത്താപ്പൂ, തറയിലിഴയുന്ന പാമ്പ്, ഇതിനെയൊക്കെ എടുത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്താറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ അമ്മാവന്റെ അമ്മാവനെ കാണാനല്ല, മിസ്സിങ് അമ്മാവൻ. ഈ മിസ്സിങ് അമ്മാവനെ കുറിച്ചുള്ള ഒരു കാര്യം, അതായത് എന്തുകൊണ്ടാണ് മിസ്സിങ് അമ്മാവനായെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ മരുമക്കളെ എടുത്തൊന്ന് കുടഞ്ഞാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷെ ആരും അതിനകത്തൊന്നും പോകാൻ പാടില്ല. ഈ അമ്മാവൻ പോയത് തന്നെ ഏറ്റവും നല്ല കാര്യമെന്നും പറഞ്ഞിരിക്കുക ആര്? നാട്ടുകാർ. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മാവനെ കൊണ്ടുവന്നത്. എന്നാലും എൻ്റെ അമ്മാവോ പറയട്ടെ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ഏത് വണ്ടിയാ? ഒരു കിയോ എന്ന് പറയുന്ന വണ്ടിയിൽ എൻ്റെ അമ്മാവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മാവിയാണെങ്കിലോ, അയ്യോ ഹേ മനുഷ്യ, നിങ്ങൾക്ക് എന്തു പറ്റി എന്നോർത്ത് അമ്മാവി വാവിട്ട് കരഞ്ഞു. കോമാ സ്റ്റേജിലായ എൻ്റെ അമ്മാവനെ ഒരു കട്ടിലോട്ട് അങ്ങോട്ട് കിടത്തി. അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ അമ്മാവി ഇരുന്നു. ഇന്ത്യയുടെ മാപ്പിന്റെ കീഴില് ഏതാണ്ട് പോലെ ഒരു ചേന പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, ശ്രീലങ്ക, അതുപോലായി എൻ്റെ അമ്മാവി. എന്നിട്ട് അമ്മാവി എന്ത് ചെയ്യുന്നു? അമ്മാവൻ ഉണരുന്നില്ല. അമ്മാവൻ കോമ സ്റ്റേജിലാണല്ലോ. ഇനി എന്ത് ചെയ്യുന്നത്? അമ്മാവി 7-8 വട്ടുകുളികൾ ഈ അമ്മാവന്റെ വായിലോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളവും കൂടെ കോരി ഒഴിച്ചു, അടച്ചു പിടിച്ചു. കൈ കൊണ്ടാണ് അടച്ചു പിടിച്ചിട്ട് ഇറങ്ങി പോകാതിരിക്കുകയോ ചെയ്തിട്ട് അമ്മാവന്റെ ബോധം തെളിഞ്ഞോ ഇല്ലയോ? തെളിഞ്ഞില്ല. അന്നേരം ഒരു അമ്മാവൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി. ഉണരുണരൂ ഉണ്ണിപ്പൂവേ. അയ്യോ,
ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ഒരു കാൽപരമാറ്റം കേട്ടു. മരുമകന്റെ ആണ്. ആ ഉണ്ണിപ്പൂവ് ഇനി ഉണരില്ല അമ്മാവേ, ഉണരില്ല. എന്തടാ ലക്ഷ്മണ നീ പറയുന്നത്? നിന്റെ അമ്മാവനല്ലേടാ കിടക്കുന്നത്, ഉണ്ണിപ്പൂ ഉണരില്ലെന്നോ? എന്തോ പറ്റിയടാ? ആ ഉണ്ണിപ്പൂ അമ്മാവന് ആരോ സഡേഷൻ അടിച്ചിട്ടമ്മാവി, സഡേഷൻ. അമ്മാവിക്ക് ഈ സഡേഷൻ എന്ന വാക്കൊന്നും അറിയത്തില്ല. അമ്മാവി മലയാളം മീഡിയാണ്. അമ്മാവി ചോദിച്ചു, സതീശൻ എന്തിനാടാ അമ്മാവനെ അടിച്ചത്? ഈ പരട്ടക്കളവയ്ക്ക് ഒരു കുന്തോ മനസ്സിലാവത്തില്ലല്ലോ എന്നും പറഞ്ഞ് മരുമകൻ അമ്മാവൻ്റെ അടുത്തോട്ട് വന്നു. കോമാ സ്റ്റേജിൽ കിടക്കുന്ന അമ്മാവൻ മരുമകനെ അങ്ങോട്ട് നോക്കിയിട്ട് ആത്മകഥമെന്നോണം പറയാം, അയാൾക്ക് ചുണ്ടനക്കാൻ ഒത്തില്ല. എന്നാലും എൻ്റെ മരുമോനെ, നീയൊക്കെ കൂടി എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോടാ, ഹേമദ്രോഹി, ബ്ലഡി റാസ്കൽ, ബ്ലഡി ഇഡിയറ്റ് ഇന്റർനാഷണൽ. നീയും ഒരു നാൾ അമ്മാവനാവൂടാ. അന്ന് ഏതെങ്കിലും മരുമോൻ ഇതുപോലെ നിന്നെ ആക്കി തീർക്കുമടാ എന്ന് അമ്മാവൻ അങ്ങ് പറഞ്ഞു. പുറത്തോട്ട് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം അമ്മാവിൽ അത് കൊടുത്തല്ലോ, ഏത് പട്ടുകുളികൾ വായിലോട്ട് ഇട്ട് കൊടുത്തല്ലോ, വെള്ളം ഒഴിച്ചല്ലോ, അടച്ചു പിടിച്ചല്ലോ. അതിൻ്റെ റിയാക്ഷനാണോ അല്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമാണോന്നും അറിയത്തില്ല. അമ്മാവന് ബോധം തെളിഞ്ഞു. അമ്മാവന് ബോധം തെളിഞ്ഞിട്ട് അമ്മാവൻ ആദ്യമായിട്ട് ദൈവത്തിനോടാണ് പ്രാർത്ഥിച്ചത്, എന്നാലും എൻ്റെ ദൈവമേ, എനിക്ക് എന്തിൻ്റെ കേടാണ്? മാനവും പോയി, വൈറലുമായല്ലോ. ഒരിക്കൽ പോലും എൻ്റെ ദൈവമേ ഞാൻ വയസ്സായി എന്നുള്ളൊരു തോന്നല് നീ തോന്നിച്ചായിരുന്നോടാ? ഇല്ലല്ലോ. നാട്ടുകാരെയും മറ്റുള്ളവരെയും പുച്ഛത്തോടെ നോക്കുന്ന എൻ്റെ ഈ അവിഞ്ഞ സ്വഭാവം നീ ഒന്ന് മാറ്റിത്തരയണമേ. അടുത്ത അപേക്ഷയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു, ഈ മരുമക്കളെയും നാട്ടുകാരെയും ഈ ചൊറിയുന്ന സ്വഭാവം എന്നിൽ നിന്ന് നീ മാറ്റണമേ. ദൈവം കേട്ടോ എന്നറിയത്തില്ല. പിന്നെ അമ്മാവൻ്റെ കുണം വെച്ചുകൊണ്ട് ദൈവം ഇച്ചിരി കഴിഞ്ഞേ കേൾക്കത്തുള്ളൂ, പെട്ടെന്നൊന്നും കേൾക്കത്തില്ല. അയാൾ അങ്ങനെ കിടക്കട്ടെ എന്ന് തന്നെയായിരിക്കും ദൈവം വിചാരിക്കുന്നത്. പക്ഷേ അമ്മാവൻ എഴുന്നേറ്റു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെൻ്റെ അമ്മാവനാണ്, എൻ്റെ മാത്രം അമ്മാവനാണ്, എൻ്റെ സ്വന്തം അമ്മാവനാണ്, മെയ്ഡ് ഇൻ കൊല്ലം. പിന്നെ അമ്മാവൻ്റെ കാര്യം എന്താണെന്നും എനിക്കറിയത്തില്ല. ക്യാഹുവ തേരാവാഹ. Once upon a time, once upon a time.